എടാ ഞാൻ കാര്യട്ടെ ഇനാഗുറേഷൻ ഇന്നില്ല മാറ്റി വെച്ചെന്നൊക്കെ പറയണ നമുക്ക് ചെയ്താലോ ആരാ പുള്ളിയുടെ വീട് എവിടാന്നറിയോ? ഇതിപ്പോ സാബ്ഗുരുവും പുള്ളി മത്സരിച്ച് കാർ സ്പോൺ ചെയ്താണ് ഇത്ര എം ബി അല്ലേ. ഇത് അതായത് ഷെയ്ക്ക് 50 കാർ ഇറക്കിയ ഒരു മിനിമം ഒരു 70 കാറെങ്കിലും ആരിറക്കും, നമ്മുടെ സാബ്ഗുരു ഇറക്കും. അതാണ് ഞാൻ തൊപ്പി കാസ്ട്രൊക്കെയാണ് സ്ഥാനാർത്ഥികൾ. വോട്ട് ചെയ്യണേ നീ എനിക്ക് പിന്നെ നമ്മള് വോട്ടില്ലാടേ. നമുക്കത് അവിടെ ഇരിക്കാം. വിളിക്കാതെ എങ്ങനെയാ പോന്നെ? ഗെയിം ക്യാപ്ചർ അല്ലേ ഞാൻ ഇട്ടേക്കുന്നേ? ഗെയിം ക്യാപ്ചർ അല്ലേ ഇട്ടേക്കുന്നേ? ആണല്ലോ ഗെയിം ക്യാപ്ചർ അല്ലേ? ആണല്ലോ അതെ. എടാ നമുക്ക് പണ്ടത്തെ പോലെ എലക്ഷൻ നടത്തണ്ടോ അവിടെ? അണ്ണാ അതൊന്നുമല്ല അണ്ണാ, ഒരു ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഡബ്ല്യു സാധനമാണ് കേട്ടോ. ഇലക്ഷൻ എന്ന് പറയുന്നത് സത്യം. ഒരു ഇലക്ഷൻ വെച്ചിട്ട് ഒരു മന്ത്രി വേണം ശരിക്കും. കുറെ കുണ്ണാളുണ്ട് ഒരു മന്ത്രി ഒന്നും നടക്കത്തില്ല ഇവിടെ. എന്ത് മറ്റേ മേയറോ? മേയറിനെ കൊണ്ടുവരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യായിരുന്നു നമുക്ക് കേട്ടാ. അണ്ണാ ഞാൻ മത്സരിച്ചായിരുന്നു. അണ്ണന്റെ അഭിപ്രായം എന്താണ്? നീ മത്സരിച്ച ആളിയെ ഞാൻ എന്തായാലും മത്സരിക്കല്ലോ. അപ്പൊ നീ എന്തായാലും തോക്കും. അല്ല അണ്ണ മത്സരിക്കുകയാണെങ്കിൽ അണ്ണന് ഒരു വോട്ട് കിട്ടാൻ പോകില്ല. സത്യം പറയാല്ലേ. അതെന്തിനു വർത്താനാടാ? എത്ര പേരുണ്ട് ഇവിടെ? എല്ലാ ഗ്യാങ്ങിനായിട്ട് അടി ബഹളം. അണ്ണാ ഞാൻ പറഞ്ഞ എല്ലാ ഗ്യാങ്ങിന്റെ സൗമ്യത മാത്രമാണ്. അണ്ണാ ചോദിച്ചോ എലക്ഷന്റെ റിസൾട്ട് വരുമ്പോ ടിവിയിലെ 25 വോട്ട് പോലും കിട്ടാതെ ഞാൻ തോറ്റു പോണത്. അയ്യോ അന്ന് ഞാൻ ഗ്യാങ് പിരിച്ചുവിടുമല്ലോ. അന്ന് ഞാൻ ഗ്യാങ് പിരിച്ചുവിടും. അണ്ണ എന്റെ വകയിലൊരു ആന്റി ഉണ്ടായിരുന്നേ. ഓ പുള്ളിക്കാരത്തിന്റെ വാർഡില് പുള്ളിക്കാർ ഒരുക്കി നിന്നപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഇങ്ങനെ, അതായത് ഈ വോട്ടിങ്ങിന് മുന്നേ ഉണ്ടല്ലോ ആൾക്കാരൊക്കെ കൂടത്തില്ലേ ഈ മറ്റേ വീട്ടിലൊക്കെ, പുള്ളിക്കാരത്തി ഭയങ്കര ട്രീറ്റ് ചെയ്യും കേട്ടോ. അതായത് നെയ്യപ്പം, അച്ചുമുറുക്ക് ഇതൊക്കെ കൊടുത്ത് അങ്ങ് ട്രീറ്റ് ചെയ്യും സംഭവം. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ വരുമായിരുന്നു. മിനിമം ഒരു 50-60 പേരെങ്കിലും വരുമായിരുന്നു. വോട്ടിന്റെ ഇത് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഭയങ്കര കുറവ്, ഭയങ്കര കുറവ്. ഇനി ഇവിടെ മുറുക്കുമില്ല, അരിയുമില്ല, പറയൂല, പോടി മുണ്ടച്ചുകളെ സത്യം നടന്നത് റിയൽ ലൈഫില് അവർക്ക് വേ വരൂലേ. ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. മറ്റേ പോസ്റ്റർ അടിക്കണൊക്കെ. പിന്നെ പഞ്ചായത്ത് അല്ലേ? പഞ്ചായത്താണ് മറ്റേ ഏറ്റവും ചെറിയ ഇലക്ഷൻ ഏതാണ്? ഏറ്റവും ചെറിയ ഇലക്ഷൻ പഞ്ചായത്ത് ഇല്ല ചന്ദ്ര, ഫണ്ടുണ്ട്. പിന്നെ സംസാരിച്ച വീട്ടിൽ കയറി വിട്ടുവേ. നാട്ടിൽ ഒരു 10 അതാണ് പ്രശ്നം. ഇതിപ്പോ സാബ്ഗുരു ഫാമിലി ആയിട്ട് വന്ന് നമ്മളെ എല്ലാരും ഒന്ന് വിളിച്ചോണ്ട് പോകും. ഷെയ്ക്ക് വിളിച്ചോണ്ട് പോവാ ഞങ്ങളെ. നമുക്ക് ഞാൻ ഷെയ്ക്കിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അണ്ണ വേറെ അറിഞ്ഞ സാബ്ഗുരു തൂങ്ങാൻ കയറിയെന്നാ അറിഞ്ഞത്. അതെന്താ? സാബ്ഗുരുടെ പരിപാടിക്ക് ഇത്ര ഓളമില്ലായിരുന്നല്ല. ഇത് സിറ്റിയിൽ കണ്ട ബിൽഡിങ്ങിലെല്ലാം അണ്ണന്റെയും മറ്റേ കാറിലൂടെയും തൊപ്പിയിലൊക്കെ പടത്തില്ലേ എന്ന് പറഞ്ഞാ വൻ ഓണം. ഷെയ്ക്കിന് സഹിക്കോ ഇതൊക്കെ? ഷെയ്ക്ക് എപ്പോഴാ പരിപാടി? എപ്പോഴാ എത്തണ്ടേ? എന്തോ കേട്ടില്ല. കേട്ടില്ല. 12 മണിയൊക്കെ ആവുമ്പോ ചെയ്താ പോരെ? കുഴപ്പമില്ല. കേക്കുന്നില്ലാലോ? കേക്കാം. ഒരു 12 മണി ആവുമ്പോ ചെയ്താ പോരെ? 12 മണിക്കല്ലേ? എന്താ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അതാ 12 മണി ആവുമ്പോഴത്തേക്കിന്
നമ്മളോട് ഉണ്ടാകുന്ന സംശയമാണ്. പോവല്ലോ പറഞ്ഞാ നിങ്ങള് വെയിറ്റ് ചെയ്യേ. ഇത് വലിയ പരിപാടിയാ. ഓക്കെ 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 നോക്കട്ടെ. ആ ഹലോ, ആ പറഞ്ഞോ. ആ മല്ലയ്യ പറഞ്ഞോ. എല്ലാം പുറത്ത് എല്ലാവർക്കും മനസ്സിലായിട്ട് ഓരോ ചെണ്ടി ഓരോരുത്തർ തരുന്നില്ല, ഉള്ളതെല്ലാം തീർന്നു. എന്താ എനിക്ക് കേക്കുന്നില്ല. എന്റെ കയ്യിലുള്ളതും വരുമാനം എല്ലാം നിങ്ങളെ കൊണ്ട് നാട്ടുകാർക്ക് മനസ്സിലായിട്ട് ഇപ്പൊ ഒരുത്തരും ഒന്നും തരുന്നില്ലാന്ന്. നിങ്ങളുടെ വരുമാനം? ഞാനാണ് ഒഫീഷ്യൽ ചെണ്ടി ഓഫ് എക്സ്ലാൻഡിഷ്. മറന്നോ? ഓ ഇൻകം റിവീൽ ആയല്ലേ നിങ്ങളെ. പോയി ഒന്നും തരുന്നില്ല. ഇതാണ് പറയണേ, ഇന്റർവ്യൂ വരുമ്പോ വീമ്പിളക്കാൻ വേണ്ടിട്ട് എനിക്ക് അത്രയും കിട്ടി ഇത്രയും കിട്ടിയെന്ന് പറയരുത്. എനിക്കിതൊക്കെ അനുഭവമുള്ളല്ലേ. ഇതിപ്പോ ആൾക്കാർ തന്നെ എനിക്ക് നാളെ ഇൻകം ടാക്സ് വരും. ഇതൊക്കെ ഞാൻ നേരത്തെ അനുഭവിച്ചതല്ലേ ഇതൊക്കെ. അണ്ണാ തിന്നാനില്ല, കുടിക്കാനില്ല. ആ ഇതിന്റെ പുതിയ സെറ്റപ്പ്. പൈസ എന്റെ പിഴിയാനുള്ള. വേറെ വയ്യില്ല. സത്യോ ഇങ്ങനെ പോയ പാസ്വേഡിന്റെ പേര് എഴുതി വെച്ച് നാട്ടാവും. ഞാൻ കൊന്നുകളഞ്ഞ ആൾക്കാരിൽ ലിസ്റ്റിൽ ഒരാളൂടെ വന്നു പറഞ്ഞ് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴുള്ള. ഇല്ല കൊല്ലുന്നത് പേരെ, ഞാൻ തൂങ്ങിച്ചാവുന്നത് പേരല്ലേ, മുസ്കിലല്ലേ. ആടെ ആ പാലത്തിന്റെ മേലെ താഴേക്ക് ചാടിച്ചാവും. സത്യോ ഈ ഒരു മണിക്ക് പോകാത്തവന്മാരെല്ലാം ഇങ്ങനെ ഭീഷണി മുഴക്കുന്നത് ഞാൻ പണ്ടോട്ടെ കേട്ടിട്ടുള്ള. പണിയെടുത്ത് ജീവിക്കണം. നമ്മളൊക്കെ പണിയെടുത്ത് ജീവിക്കണേ. ഞാൻ ഒരു ദിവസം എത്ര നേരം ഗ്രൈൻഡ് ചെയ്തെന്നറിയോ? ഞാൻ പണിയെടുക്കാൻ പോയി. അവിടെ ഇവിടെ വലിയ വലിയ തോക്കുമായിട്ട് വന്നിട്ട് പേടിപ്പിച്ചിട്ട് ഉള്ള ചട്ടി വരെ ഊരി കൊണ്ടുവന്നിട്ട് എന്താക്കണ്ടേ നിങ്ങൾ എന്നെ പറ. അവസ്ഥയാ. വെക്കാൻ അറിയില്ല, കള്ളം പറയാൻ അറിയില്ല, ഒന്നും അറിയില്ല. ദാരിദ്ര്യമാ. അപ്പൊ പിന്നെ സൂയിസൈഡ് ചെയ്യുന്നത് നല്ലത്. എന്റെ പേര് എഴുതി വെച്ചേ, ചന്ദ്രനോട് എഴുതിയേ. ബ്രോ അവിടെ ഒരു ഹെലികോപ്റ്റർ കാണാം, ചാടി എന്റെ ലീഫി പിടി. ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നതാണ്. ഹലോ ഹലോ വാസോണ്ണ. ആ പറഞ്ഞു ആരാ? ഞാൻ ഒരു ജാക്കിയ. നമ്മളെ ബാബു നമ്പൂതിരിന്റെ അനിയെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നീ ഒരു ജാക്കിയാ? ആ ജാക്കി. ഇതിന്റെ പേരാണോ ജാക്കി? ആ എന്റെ പേരാ ജാക്കി. ഓക്കെ ഓക്കെ പറഞ്ഞോ. ബാബു നമ്പൂതിരിന്റെ അനിയ എന്റെ അടുത്ത് കൊറേ ദിവസമായിട്ട് നടക്കുക. മൂപ്പരൊന്ന് കിട്ടാൻ വേണ്ടിട്ട് വാസോണ്ണന്റെ കൂടെ ഇന്നൊന്ന് സംസാരിക്കണമെന്നാ അവൻ പറഞ്ഞത്. അന്നേരം വാസോണ്ണനെ ഇപ്പൊ ഒന്ന് കാണാൻ പറ്റുമോ? അയ്യോ ഇപ്പൊ 2 മിനിറ്റിൽ മിനി സുനാമി വരും സഹോദര. ഓക്കെ അത് കഴിഞ്ഞ് ജീവനോടെ ഉണ്ടേ നമുക്ക് കാണാം. ബാബുവിന്റെ അനിയന് കോള് കട്ടാവൂലേ? മന്ദാരം എന്താണ് പറഞ്ഞ? മന്ദാരം ഒരു കോള് വന്നായിരുന്നു. ബാബുസേട്ടന്റെ മോനാ? ബാബുവിന്റെ അനിയൻ ഇതെന്തോ വരുന്നേ? ബാബുവിന്റെ ഇത് അച്ഛന്റെ അധീനത്തിലുള്ളതാണ്. ബാബുവിന്റെ അനിയനെ കാണണോന്ന് പറഞ്ഞിട്ട് ഒരു വെറുതെ വിളിച്ചപ്പോ എന്ത്? ഹലോ 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 ഇതാരാ? ഞാൻ പറയില്ലേ ബാബുവിന്റെ അനിയൻ കാണാണ്ട് പോയെ? ബാറ്റു അല്ല, ബാറ്റു അണ്ണൻ വിളിയടാ. ഹലോ പറഞ്ഞോ. ഇതെന്താ സുഖല്ലേ? തൊണ്ടക്ക് എന്ത് പറ്റി? ഇത് ശരിക്കും ബാബുവിന്റെ അനിയനാണോ? ആ ഇത് വാസുവിന്റെ അനിയനാ. ഞാൻ പറഞ്ഞ നേരത്തെ വിളിച്ചായിരുന്നില്ലേ? എനിക്ക് സുഖമാണ്. അതെ നമുക്കേ അവനെ കിണ്ടിട്ട് അവനെടുക്കാം. സത്യം കൊള്ളാം. ഇതാവുമ്പോ അവൈലബിളുവാ. ഹലോ ഡേ പ്രശ്നം എടാ ഒരു മിനിറ്റ് പോവേ. നിന്റെ അച്ഛന്റെ പേരെന്തിര്? അച്ഛന്റെ പേര് ജോറു. ജോറു. അമ്മയുടെ റാണി. റാണി മകുലനാ? അതാനി അതുപോലെ അതാനി മറ്റേ ഇത് ബാബു. എല്ലാരും കത്തിയത് കണ്ട? എല്ലാരും കത്തിയത്. ഞാനാണ് ലാസ്റ്റ് എത്തിയത്. എത്ര ക്വസ്റ്റ്യൻ മാർക്കല്ലേ കണ്ടത്? ഒരു ഇത് കണ്ടോ? അത് ഉസ്മാനാണ്. അത് ഉസ്മാനൊന്നും അല്ല, പോടാ.
ബാബുവിന്റെ ആദ്യത്തെ സൗണ്ട്, ഫസ്റ്റിലത്തെ സൗണ്ട്. ഇപ്പൊ റീസ്റ്റാർട്ടാ ഗൈസ്, ഇപ്പൊ റീസ്റ്റാർട്ടാ. എന്റെ സെർവർ എന്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ. ഓണപ്പാട്ടിന്റെ ആളെന്തുള്ളും ഗൈസ്. ഇവിടെ ഓണപ്പരിപാടി നടത്തണ്ടേ നമുക്ക്? ഹലോ ഞാൻ കത്തിയില്ലടാ, സിറ്റി നിൽക്കുക. നിങ്ങൾ കത്തിയാ? ഞാൻ അറിയാൻ വേണ്ടി വന്നേ. ഞാൻ അഡ്മിൻ സെർവർ റീസ്റ്റാർട്ട് ചെയ്ത് പിന്നെ എങ്ങനെയാ ചന്ദ്ര സിറ്റി ഇല്ലടാ, അത് നമ്മള് കുറച്ച് കൂടുതൽ സ്പെക്കാൻ പോയി, കുറച്ചേരം സിറ്റി നിക്കും ഇങ്ങനെ. റീസ്റ്റാർട്ട് ആവുന്നല്ലേ? അയ്യോ ഓണമാണോ പറഞ്ഞേ? ക്രിസ്മസ് ക്രിസ്മസ് ക്രിസ്മസ്. അയ്യോ ക്രിസ്മസ് പരിപാടി. ഞാൻ ഓണം എന്നാ പറഞ്ഞല്ലേ? ക്രിസ്മസ് പരിപാടി നടത്തണ്ടേ? എല്ലാം ഉണ്ട്, അത്തപ്പൂക്കളം, ക്രിസ്മസ് പാപ്പ എല്ലാം ക്രിസ്മസ് ആണ് എല്ലാം ഉണ്ട് ക്രിസ്മസിന്. ആർപിൽ ഒരെണ്ണം വേണം. IRL ക്രിസ്മസ് നമുക്ക് പിന്നെ നടത്താം. ഈ വർഷത്തെ ബഡ്ജറ്റ് കഴിഞ്ഞ് അടുത്ത വർഷത്തെ ബഡ്ജറ്റില്ല. അടുത്ത വർഷം ന്യൂ ഇയർ ആയാലും മതി. കൊള്ളാല ലൈസ് കോമഡിയാണ്. എടാ അത് കോമഡി ആയിട്ട് നിനക്കല്ലടാ തോന്നിയത്. ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. ഞാൻ TV ഓണപരിപാടി എന്ന് പറയണത് പോലെ പെട്ടെന്ന് പറഞ്ഞതാ. നമുക്ക് ആർപിൽ നടത്തടാ. ഇവിടെ ആർപിൽ കഴിഞ്ഞോണ്ട് നടന്നില്ലല്ലോ ഇതൊന്നും. ആർപിയിലെ എല്ലാ വീട്ടിലും എല്ലാ ഗ്യാങ്ങിനും ഗിഫ്റ്റും ഇതുപോലെ കരോള് പൊട്ടിക്കോടാ. ഇതൊക്കെ പൊട്ടിക്കോളല്ലേ, നമ്മൾ പൊട്ടിക്കും. അപ്പൊ ഞാൻ തരാവേ. എല്ലാ ഗ്യാങ്ങിനും 70 കോടി അത് കുറച്ചു തരാം. 70 തരാം. എല്ലാ ഗ്യാങ്ങിനും 10 കോടിയും ഒരു 5 ഗണ്ണും കൊടുത്താലാണ് ഭയങ്കര ഹാപ്പി ആവും. എല്ലാരും ഹാപ്പിയാവും. എന്താടാ കേട്ടില്ല. എല്ലാവർക്കും 5 ഗണ്ണും 10 കോടിയും. 10 കോടി നീ കൊണ്ടുപോകാ. നീ അപ്പൊ ഈ സീറ്റിൽ എത്ര ഗ്യാങ് ഉണ്ടാ മൊത്തം? എടാ ഒരു 50 കോടി നമ്മുടെ പമ്പിന്ന് 25 ഗ്യാങ്. 20 × 5 എന്ന് പറയുമ്പോ തന്നെ 100. 25 × 125 ഗണ്ണ് കൊണ്ടുവന്ന ചന്ദ്ര നമുക്ക് നടത്താം. ഇപ്പൊ വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള ഗ്യാങ്ങിന് മാത്രം കണ്ണു കൊടുക്കാം, ബാക്കിയുള്ളവർക്ക് 10 കോടി കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇഷ്ടമുള്ള അല്ല, ഞാൻ ഇനിയൊരു കാര്യം പറഞ്ഞോട്ടെ. അതാവുമ്പോ ഒരു ഗ്യാങ്ങിന് കൊടുത്താൽ മതിയല്ല. അല്ല അതും ഇല്ല ഇവിടെ, അതും ഇല്ല. KV ആയിട്ട് ഇവിടുത്തെ കൊറേ അവന്മാർക്ക് അടി വഴക്കുവാ, മനസ്സിലായേ? കൊറേ അവർക്ക് അടി വഴക്കുവാ. അങ്ങനെ പറയുമ്പോ കൊറേ പേര് അവിടെ പോലും വരൂല. ഇപ്പൊ പ്രശ്നമില്ല, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലായി. അങ്ങനാണെങ്കിൽ ഓക്കെ. അങ്ങനാണെങ്കിൽ ഒരു ഗ്യാങ്ങിന് കൊണ്ട് കൊടുക്കാം. വെല്ലാരി ഇവിടെ ഇല്ലല്ലോ ഇപ്പൊ. വെല്ലാരി ഉണ്ടോ? എല്ലാവർക്കും ബാൻ. വെല്ലാരിക്ക് ബാൻ. ഓക്കെ. അപ്പൊ വേറെ ആർക്കും കൊടുക്കാനില്ല ഇനി ആർക്കും കൊടുക്കാൻ. പിന്നെ ജുഗ്രുവിന്റെ ഫാമിലി, ജുഗ്രുവിന്റെ പെണ്ണിന്റെ ഗ്യാങ്. റിലേഷനൊക്കെ എങ്ങനെയാ വരുന്നത് നോക്കി. ജുഗ്രുവിന്റെ പെണ്ണിന്റെ ഗ്യാങ്ങോ? എന്താ ചന്ദ്ര? TJ ഇല്ലേ? പിന്നെ TJ കൊടുക്കണം. TJ കൊടുക്കണം. നമ്മള് ക്രിസ്മസിന് നമ്മൾ അങ്ങനെ നോക്കൂല. അതെ എന്തായാലും ക്രിസ്മസ് നമ്മൾ എല്ലാവർക്കും കൊടുക്കും. പിന്നെ ക്രിസ്മസ് ആദ്യം അടിച്ചാൽ കൊല്ലും ഗ്യാങ് ഹൗസിൽ കയറുമ്പോ. പോപ്പോയുടെ പെണ്ണിന്റെ ഗ്യാങ്. ഇനി എല്ലാവരുടെയും പെണ്ണിന്റെ ഗ്യാങ് ഞാൻ എന്റെ ഫ്രണ്ട്ലി ഗ്യാങ് ആക്കടാ. എല്ലാവരുടെയും പെണ്ണിന്റെ ഗ്യാങ് ഞാൻ ഫ്രണ്ട്ലി ഗ്യാങ് ആക്കാം. എല്ലാവരുടെയും ഞാൻ ആക്കാം. 512 to 600 സിറ്റി പ്ലേയേഴ്സ് കൗണ്ട്. പക്ഷെ എന്താ അല്ലേ ബ്ലൈൻഡ് സിമുലേറ്റർ ഗെയിം ഇറങ്ങി കളിക്കുന്ന ബ്ലൈൻഡ് സിമുലേറ്റർ നിന്റെ അച്ഛൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. നമ്മൾ നേരത്തെ പണ്ടൊക്കെ RP കളിച്ചോണ്ടിരുന്ന എത്ര പേരെ വെച്ചിട്ടാടാ? അല്ലെങ്കിൽ എത്ര പേരായിരിക്കും സെർവർ? 100 150 അത്രയൊക്കെ ഉള്ളായിരുന്നു. അതൊക്കെ 600 ഓൺലൈൻ ഒക്കെ ആയല്ലേ ഇപ്പൊ. പക്ഷെ എന്റെ 512 ഫുള്ളായി. പിന്നെ ആൾക്കാർ VC ഒന്ന് പ്രശ്നം ഉണ്ടാക്കി സ്ലോട്ട് കൂട്ടാൻ. എന്നിട്ട് ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തു. ഇനി കൂടത്തേ ഉള്ള എടാ RP-യിലെ 50 ഒക്കെ ഉണ്ടായിരുന്നു TKRP-യില്. എടാ നമ്മൾ കാണാത്ത ബിസിനസ് RP സിറ്റി നടപ്പുണ്ട്. എന്താടാ ഗണ്ണൊക്കെ സിറ്റീസെ വെച്ച് അമ്മാടും. നീ ആലോചിച്ച് നോക്ക്. 600-700 ഗണ്ണൊക്കെ സിറ്റിസന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? ഞാൻ വേറെ കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം TDM കളിക്കാൻ വേണ്ടിട്ട് പോയപ്പോ ഒരുത്തം വന്നിട്ട് പറയാണ്, ബ്രോ പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറയണേന്ന്. എന്തുവായിരുന്നു അവന്റെ പേര്? മുള്ളൻ സഹദേവനോ അങ്ങനെ എന്തോ ആണ് അവന്റെ പേര്. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര രൂപ. ഞാൻ ചുമ്മാ അവനെ ഊക്കാൻ വേണ്ടി ചോദിച്ചു എത്ര രൂപ വരെ തരാൻ പറ്റും നിനക്ക്? ബ്രോ ഒരു 25,000 CR വരെ തരാം. സിറ്റി അപ്പൊ പെട്ടെന്ന് കയറിക്കോ, അല്ലെങ്കിൽ സ്ലോട്ട് ഫിൽ ആവേ. 25,000 CR. ഞാൻ അവനടുത്ത് വീണ്ടും മാഷാണോന്ന് ഞാൻ ചോദിച്ചു അവന്റെ അടുത്ത്. അതാണ് പറയാ, അല്ല ബ്രോ റെഡിയാന്നെന്ന്.
അത് ചുമ്മാ ചുമ്മാ അറിയാം 25,000 CS ഉണ്ടാക്കാൻ പറ്റില്ല. എടാ അവനിനി വല്ല ഇതും ചെയ്തതാണെങ്കിലോ വേണ്ട ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയതാണെങ്കിൽ ഇനി അടുത്തത് അത് പ്രശ്നമാണ്. ബ്രോ ടിവിയില് ഗേൾസിനെ റിക്രൂട്ട് ചെയ്യേ എന്നിട്ട് അതൊരു നല്ലൊരു ഇതാണ്. അങ്ങനെ താല്പര്യം ഇറങ്ങിക്കോ ഇവിടുന്ന് ഇറങ്ങിക്കോ. അല്ല അത് കണ്ണാപ്പിയൊക്കെ വലിയ താല്പര്യം. അപ്പൊ ഞാൻ അനുവദിക്കില്ലെന്ന് പറയായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഇത് കണ്ടല്ലോ. എടാ നീ ആകെ നിന്നെ ഞാൻ കഴിഞ്ഞ വർഷം കണ്ടതിന് ശേഷം പിന്നെ ഇന്ന കാണണേ. പിന്നെ നീ പിന്നെ പെണ്ണുങ്ങളെ കിട്ടിട്ട് എന്ത് ചെയ്യായിരുന്നു നിനക്ക്? അല്ല സംഭവം ഇത് ആളുടെ റോക്സിയാന ഐ മീൻ പേരെന്തായിരുന്നു അറബിയില്? ഗേൾഫ്രണ്ട് ആട്ടാ ഇങ്ങളെ. ഞാൻ സിറ്റി കയറി ഞാൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോകാം. സരളയുടെ ബോയ്ഫ്രണ്ട് ആയിരിക്കും. കേക്കാൻ താല്പര്യമില്ല. ഇവിടെ നിങ്ങൾ നല്ലൊരു ജോഡി. ഞാനൊരു കാര്യം പറയട്ടെ, ടിവിയിൽ ഒരു പെങ്കൊച്ചിനെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്യട്ടെ. ഒരു പെങ്കൊച്ചിനെ റിക്രൂട്ട് ചെയ്യട്ടെ. എനിക്ക് ആ ഒരേ സ്വരത്തില് നോ കാണാൻ വേണ്ടി ഒരു കൊതിയിൽ പറഞ്ഞതാ. നെവർ എവർ. ഓടാ നമ്മുടെ ഗ്യാങ്ങിൽ ഒരു റൂൾ ഉള്ളതാ, മനസ്സിലായ? അത് നമ്മൾ അങ്ങനെ ഗിവ് ചെയ്ത് പോകത്തേ ഉള്ളൂ. നോ 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 അത്രേ ഉള്ളൂ. പിന്നെ അല്ലാതെ അതിന്റെ ഇടയ്ക്ക് കൂടി യക്ഷി അത് കണ്ണാപ്പി പോയി ആരവാണ് ചുറ്റി കയറാതിരുന്ന്. അങ്ങനെ ചെയ്താൽ ജോക്കി ആക്റ്റീവ് ആവും. എന്താടാ എന്തിനു പുറത്ത് കണ്ട ടിവിയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് എൻ്റെ ആണ് കണ്ട കണ്ടോ? നമ്മളാ വീസിൽ ഇരുന്ന് കണ്ട ആരും വന്നിട്ടേ ഇല്ല. അവിടെ അതിന് ഹലോ പറഞ്ഞോ. ഓ സുഖം ബ്രോയ്ക്ക് സുഖാണോ? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടൊക്കെ തന്നെ ഉണ്ട്. എന്റെ പേരെന്തായിരുന്നു? അവരോട് പേരെന്തായിരുന്നു? തുമ്പി. എന്താ ബ്രോ കേട്ടില്ല? എന്റെ പേര് പരിന്തു വാസു. ബ്രോയുടെ പേരെന്താ? ജെ ജെ. ഓ സിറ്റിസൺ ആണോ? ഒത്തിരി നാളായി സിറ്റി വന്നിട്ട്. ശബ്ദം കുറവാട്ടോ സഹോദര, കേൾക്കുന്നില്ല. 2 മാസം. 2 മാസം. ഓക്കെ. എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. സുഖം. ഓ ഫുഡ് കഴിച്ചു. എന്താ ഭയങ്കര സ്നേഹം. നിന്നെ കല്യാണം കഴിക്കാനാ? എന്തോ നമ്പർ നമ്പർ 3333 കിട്ടിയോ? എന്റെ ഫോൺ ഓഫാണല്ലേ? എന്തോ എന്താ പെമ്പിള്ളേരുടെ അടുത്തൊക്കെ ഒരു സംസാരം? ഇത് നമ്മുടെ ചേച്ചിയാണോ? ആരുടെ ചേച്ചിയാണോ? അവൾ വലിയ തരില്ല ചൊല്ലി കൊടുത്തിട്ട് അവനൊന്നല്ല. നിങ്ങളെ കണ്ടിട്ട് കുറെ ആയല്ലോ. ഇന്നലെ കൂടെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഇവിടെ സിറ്റുവേഷനില്. ഞാൻ കാര്യം പറയട്ടെ ചന്ദ്ര, ഞാൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് എപ്പോ ആരാ വിളിച്ചേ? അത് റിംഗ് ടോൺ ആണ്. ഓ ഓക്കെ ഞാൻ നമ്പർ ഡിലീറ്റ് ചെവി നീ ഫോൺ അത് ഞാൻ പറഞ്ഞ എന്താണ് ഒന്നുകൂടെ എടുത്തിട്ട് ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടി. ഓ ഇവന്റെ കോള് കട്ടായിട്ടില്ല. നമ്പർ 3333 കിടിലാണ് എന്റെ കുറച്ച് മറ്റേ എന്റെ അവിടെ റിംഗ് ടോൺ. എന്താ ഷേക്ക് വിളിച്ചിട്ട് എന്താ പറഞ്ഞ? ഷേക്ക് വിളിച്ചിട്ട് പറഞ്ഞ എപ്പോ വരണമെന്ന് ചോദിച്ചപ്പോ പറയാ 12 മണിയാകുമ്പോഴൊന്നും. നാളെ 10 മണിയായിട്ടുള്ളൂ. 10:40. എത്ര നേരം? വാ ചന്ദ്ര, എനിക്ക് ഐഡിയ ഉണ്ട്. വാ ആ 12 മണി എന്നൊക്കെ പറഞ്ഞ നമ്മള് എത്ര നേരം എന്ത്
ഒരു വള്ളി തീരില്ലടാ. ഹലോ ആ ഞാനിപ്പോ വിളിച്ച കിട്ടുന്ന വിളിച്ച. ഓക്കെ നേരത്തെ സെറ്റ് ചെയ്യാൻ പറ വാസണ്ണ. എടാ മറ്റേ എന്നോട് ഞാൻ വിളിച്ചപ്പോ മറ്റേ തൊപ്പിക്കാരൻ വരാൻ 12 മണിയാവുന്നാണ് പറഞ്ഞത്. ആണോ അമ്മ 12 മണിക്ക് തുറന്ന പരിപാടി തീരെ എത്ര സമയം എടുക്കുന്നറിയോ? അതെ നേരത്തെ തുടങ്ങാൻ പറ അവരോട്. സത്യം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്ത് പറയാനാ? നമുക്ക് ഇതിപ്പം കുറെ പേര് വരുന്നതാണ്. നമുക്ക് കോർഡിനേഷൻ ഒക്കെ സെറ്റ് ആക്കണം കേട്ടോ. എന്ത് കോർഡിനേഷൻ? നമ്മളാണ് ഇനാഗ്രേഷൻ ചെയ്യാൻ പോണത്. അല്ല നടന്നു വരുന്ന ആ ഒരു ഇതൊക്കെ ഒരു അടക്കോതുക്കൊക്കെ വേണമല്ലോ. ചന്ദ്ര നമുക്ക് റോബറി അടിച്ചാലോ? ആ റോബറി അടിക്കും. ഞാൻ ബുക്ക് ചെയ്യാൻ പോണേ. എന്ത് റോബറി? പണ്ടത്തെ പോലെ ഒന്നല്ല. അണ്ണാ ഇത് പണ്ടത്തെ പോലെ ഒന്നല്ല. നമ്മള് ടാബ് എടുക്കണം. ടാബില് റോബറി നമ്മള് ഇത് ചെയ്യണം, ലോക്കിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സാധനം പിന്നല്ലാണ്ട് ഞാൻ അണ്ണനൊരു ടാബ് തരാം. ഐഡി പറ. 282. അത് ആ ടാബ് തുറന്നേ. ആ ടാബ് തുറന്നിട്ട് അണ്ണനിപ്പം അതിലെ മെയിൻ ബാങ്ക് ഒക്കെ അടിക്കണമെങ്കിൽ നമ്മൾ അതില് ടോപ്പ് XP ആയാലും മെയിൻ ബാങ്ക് അടിക്കാൻ പറ്റും. ഹൈസ്റ്റ് കോൺട്രാക്ട് അണ്ണോട്ട് അപ്ഡേറ്റ് അല്ലട്ടോ. അൺഅവൈലബിളോ? എല്ലാം അണ്ണ കാരണം എല്ലാരും ബുക്ക് ചെയ്ത് ഇനിയിപ്പോ ബുക്ക് ചെയ്ത് ആരുണ്ട്? അതിലെ പെരിയ കള്ളന്മാരുണ്ട് ലീഡർ ബേഡ് നോക്കിയത്. ഇതില് XP കൂടുന്നതിനനുസരിച്ചിട്ടാണ് വലിയ റോബറി അടിക്കാൻ പറ്റണം. XP കൂടുന്നതനുസരിച്ച്. ലൂക്ക സിറ്റിയിലെ പ്രമുഖ കള്ളൻ ലൂക്ക ജൂനിയർ. കള്ളൻ ആ ലിസ്റ്റില് വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടാ. ഈ ലിസ്റ്റില് ഭാഗ്യ ടിവിയിൽ ആരും ഇല്ലല്ലേ ഈ ലിസ്റ്റില്? ഇല്ല. അതില് പെണ്ണ് പിടി ലിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതില് ഫസ്റ്റ് കിടന്നേനെ ഇവിടത്തെ കുണ്ടച്ചികളെല്ലാം. 57 മിനിറ്റ് കഴിയണം ഒരു 57 മിനിറ്റ് ചെയ്യണം ഒരു ഇത് തീരാൻ. അല്ല അത് തീരാ. പക്ഷെ ഉണ്ടല്ലോ അണ്ണാ ഇതിപ്പം അതിൽ XP എത്രയാണ്? എന്റെ മോൾ XP ലെഫ്റ്റ് ടോപ്പ് XP 0. അത് 1000 ആക്കണം. എന്നാലേ നമുക്ക് മെയിൻ ബാങ്ക് ഒക്കെ അടിക്കാൻ പറ്റും. പക്ഷെ ഇതിപ്പോ ഇപ്പൊ എന്റേത് 1000 എന്ന് വിചാരിച്ചോ. എന്റെ 1000 XP വിചാരിച്ചോ. എനിക്ക് അണ്ണനെ ആഡ് ചെയ്യാൻ പറ്റും അതില്. ഇൻവൈറ്റഡാ ആണല്ലേ? ഇപ്പൊ ഞാൻ അണ്ണനെ കൂടി റോബറിക്ക് പോണെങ്കിലേ അണ്ണന്റെ ടാബ് പോണം, എന്റെ ടാബ് പോണം. ഞാൻ അണ്ണന് റിക്വസ്റ്റ് അയക്കണം. എന്നിട്ട് അതിൽ ആഡ് ചെയ്യും. അണ്ണൻ അതിൽ ടിക്ക് കൊടുത്തത് അപ്പൊ ആഡാവും. പിന്നെ നേരെ പോയി അടിക്കുക. എടാ ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടാ. എന്നാ ഇതൊന്നും എനിക്കറിയാം. ഇതൊന്നും എനിക്ക് ഇല്ലടാ എന്നെ കുറ്റം പറയുന്നു. ഇപ്പൊ ടാബ് ഉണ്ടാക്കാനുള്ള സാധനം ഇല്ലാന്ന് പറഞ്ഞു. എന്നാ ഒരു സെക്കൻഡ് ആ സാധനം